അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള PYQ റിവിഷന്റെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ PYQ റിവിഷൻ. അതായത് കഴിഞ്ഞ മാസം നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ക്ലാസ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം എവിടെയാണ് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി 1991 ആണ് കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം എന്നാണ് 1991. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ തവനൂർ സെൻട്രൽ ജയിലാണ് കേട്ടോ. പഠിച്ചു വെക്കണം, ഇനിയും ഇത് റിപ്പീറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ എന്താണ്? കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാണ്? തവനൂർ സെൻട്രൽ ജയിൽ, മലപ്പുറം. തവനൂർ സെൻട്രൽ ജയിൽ, മലപ്പുറം. അടുത്ത ചോദ്യം, കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്കായി എത്ര തുറന്ന ജയിലുകളുണ്ട്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. കേരളത്തിലെ നിലവിൽ പുരുഷ തടവുകാർക്കായിട്ടുള്ള തുറന്ന ജയിലുകൾ 2 എണ്ണമാണുള്ളത് കേട്ടോ. 2 എണ്ണമാണുള്ളത്. അത് എവിടേക്കെയാണ്? ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയും, അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയുമാണ് കേട്ടോ. നെട്ടുകാൽത്തേരിയും ചീമേനിയുമാണ് പുരുഷ തടവുകാർക്കായിട്ടുള്ള തുറന്ന ജയിലുകൾ. അതുപോലെ തന്നെ കേരളത്തില് നിലവിൽ ഒരു വനിതാ തടവുകാർക്കുള്ള തുറന്ന ജയിലുണ്ട്. അതാണ് തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലുള്ള തുറന്ന ജയിൽ കേട്ടോ. അപ്പം പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുക, കേരളത്തിൽ ആകെ എത്ര തുറന്ന ജയിലുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 തുറന്ന ജയിലുകളാണ്. പുരുഷ തടവുകാർക്കായി 2 തുറന്ന ജയിലുകളും സ്ത്രീ തടവുകാർക്കായി 1 ജയിലുമാണുള്ളത് കേട്ടോ. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ് എന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി 6 മാസമാണ് കേട്ടോ. പഠിച്ചു വെക്കണം. തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ്? ആൻസർ ഓപ്ഷൻ സി 6 മാസമാണ്. അടുത്ത ചോദ്യം, നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബൽറാം കുമാർ ഉപാധ്യായ. അപ്പൊ നിലവിലെ കേരള ജയിൽ വകുപ്പ് മേധാവി ആരാണ്? ബൽറാം കുമാർ ഉപാധ്യായ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. മനുഷ്യാവകാശങ്ങൾ സർക്കാർ അനുവദിച്ചവയാണ്. മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ്. അവകാശങ്ങൾ സംസ്ഥാന നിയമസഭ നിർണ്ണയിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങൾ നിയമപരമായല്ല, ധാർമ്മികമായാണ് മാത്രമാണ്. അപ്പൊ ഇതിനാൽ ശരി ഏതാണ്? നിങ്ങൾക്ക് ഓപ്ഷൻ വായിച്ചാൽ തന്നെ കിട്ടും. എന്താണ്? മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പൊ ശരിയായ പ്രസ്താവന ഏതാണ്? മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതം ആയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത്? അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത് എന്ന് ഞാൻ ചോദിച്ചേക്കണേ. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്ഷൻ എ തന്നെ അല്ലേ ആൻസർ ആയിട്ട് വരും. നിങ്ങൾ ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. എന്താണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിന് ഉൾപ്പെടുന്ന? എന്താണ്? വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. അപ്പൊ എന്താണ്? താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന്. അപ്പൊ മനുഷ്യാവകാശം എന്ന മനുഷ്യന്റെ അവകാശമാണ്. അപ്പൊ എന്തൊക്കെയാണ് വരുന്നത്? വ്യക്തിയുടെ ജീവിതം വരും, സ്വാതന്ത്ര്യം വരും, സമത്വം വരും, അന്തസ്സും വരും. ഇത്രയാണ് നിർവചനമായിട്ട്. ബാക്കിയെല്ലാം എന്താണ്? സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. വോട്ടവകാശം, നികുതി, തൊഴിൽ, മതപരമായ അവകാശങ്ങൾ, സാമ്പത്തിക സാമൂഹിക അവകാശം, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം പ്രൈമറി വരുന്നത് എന്താണ്? വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം,
അന്തസ്സ് ഇതിന്റെ നിർവചനമായിട്ട് വരുന്നത്, നിർവചനത്തിന്റെ പരിധിയിൽ വരുന്നത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര വർഷമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെ കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്രയാണ് കാലാവധി? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെ. അതുപോലെ തന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളോടുള്ള ചോദ്യമാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തത് നോക്കാം നമുക്ക്. അടുത്തെന്ന് പറഞ്ഞാൽ ഇനി നമുക്കറിയാം ഏതാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ. ഇനി നമുക്ക് മുമ്പിൽ 2 മാസമേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മളൊരു ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫെബ്രുവരി 15 മുതൽ ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിൽ നമ്മൾ GK പാർട്ടിലുള്ള ഹോട്ട് ടോപ്പിക്സും സ്പെഷ്യൽ ടോപ്പിക്സും കറണ്ട് അഫയേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്നൊരു ക്രാഷ് കോഴ്സ് ആയിരിക്കും. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ PDF നോട്ട്സ്, SCRT ബേസ്ഡ് ക്ലാസ്സസ്, അതുപോലെ തന്നെ PYQ ഡിസ്കഷൻസ്, അതുപോലെ തന്നെ എക്സാം ഓറിയന്റഡ് ക്ലാസ്സസ്. അതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 600 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. നിങ്ങൾ ഇത്ര തന്നെ ഓർത്താൽ മതി, ഒരു ക്രാഷ് കോഴ്സ്. നിങ്ങൾ ഇനി നമുക്കറിയാം ഇനി പരീക്ഷയ്ക്ക് മുമ്പിൽ 2 മാസം തികച്ചില്ല. അപ്പം നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസും അതുപോലെ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസും ഒക്കെ നിങ്ങൾ ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് GK പാർട്ടിൽ ഇപ്പം എക്കണോമിക്സ് ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, സയൻസ് പാർട്ട് ആയിക്കോട്ടെ, അതിലൊക്കെ SCRT ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല ക്ലാസ് എടുക്കുന്നത്, ബാക്കി 2-3 അധ്യാപകരുടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും വളരെയധികം പ്രയോജനപ്രദമാവുന്ന രീതിയിലുള്ളൊരു ക്ലാസ് ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് നല്ല സ്കോറിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു ക്ലാസ് കൂടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് മുമ്പിൽ സമയമില്ല. അതുപോലെ തന്നെ അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാർ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 600 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. കോഴ്സ് ഫീ വെറും 600 രൂപ മാത്രമേ ഉള്ളൂ. സ്പെഷ്യൽ ടോപ്പിക്സും കറണ്ട് അഫയേഴ്സും ഞാനായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ GK പാർട്ടിൽ ബാക്കിയുള്ള അധ്യാപകർ GK പാർട്ടിലുള്ള സയൻസ് പാർട്ട് ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, ഏത് GK പാർട്ടിലുള്ള എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് SCRT സ്കൂൾ ടെസ്റ്റ് ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, സിലബസ് അനുസൃതമായിട്ടുള്ള. അപ്പം നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്പം നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് റിവിഷൻ എന്ന രീതിയിൽ ഈ ഒരു ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിൽ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഫിസിക്കൽ ഉള്ളൊരു പരീക്ഷയാണ്. നല്ലൊരു മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ നമുക്ക് ഫിസിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പരീക്ഷയാണ്. അപ്പോൾ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. തന്നെയുമല്ല നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ അപേക്ഷകരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജോലി ലഭിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ല രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കിപ്പം അറിയാം അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞു. ഇത് സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പം താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്കോർഡഡ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കംഫോർട്ടിനനുസരിച്ച് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ PDF നോട്ട്സ്, കീ നോട്ട്സ്, അതുപോലെ തന്നെ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ, പിന്നെ നമ്മൾ എല്ലാ വിഷയത്തിൻ്റെ PYQ ഡിസ്കഷൻസ്, അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് റിവിഷൻ ഓറിയൻറ്റഡുമായിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫെബ്രുവരി 15 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതായത് നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോട്ട് ടോപ്പിക്സ്, GK പാർട്ടിലെ ഹോട്ട് ടോപ്പിക്സ് പ്ലസ് സ്പെഷ്യൽ ടോപ്പിക്സ് പ്ലസ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആയിരിക്കും. 600 രൂപയായിരിക്കും കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണ്? അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണെന്നാണ് ചോദിച്ചത്. നമുക്ക് നോക്കാം. കമ്മീഷൻ അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്നു. ആ കാലയളവിൽ നിന്ന് പുറത്തു നിന്നുള്ള ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടുന്നു. അപ്പം അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? അദ്ദേഹത്തെ പുറത്താക്കാൻ സാധിക്കുന്നതാണ്. കമ്മീഷൻ അംഗം
പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്നത്, അതായത് ആ കാലയളവിൽ പുറത്തു നിന്നുള്ള ആ ഒരു എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായിട്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു ജോലി ചെയ്യുവാണെങ്കിൽ പുറത്താക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അംഗം മാനസികമോ ശാരീരികമോ ആയ ബലഹീനത കാരണം അയോഗ്യനായി കണക്കാക്കപ്പെടുന്നു. അംഗത്തിന്റെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ ഒരു യോഗ്യതയുള്ള കോടതി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് കണ്ടോ, അപ്പോൾ അപ്പോഴും പുറത്താക്കാൻ സാധിക്കും. അതായത് അംഗത്തിന്റെ മാനസികാവസ്ഥയും ശാരീരികമായിട്ടൊക്കെ മോശമായിട്ടുള്ളൊരു അംഗമാണെങ്കിൽ എന്താണ് നമുക്ക് പുറത്താക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കമ്മീഷൻ അംഗത്തെ പുറത്താക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അംഗം ധാർമ്മിക അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ, അപ്പോൾ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ പോലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശ നിയമത്തിലെ വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഇളവ് നൽകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഇളവ് നൽകുന്നു എന്ന് ചോദിച്ചാൽ പറയണം വകുപ്പ് 8(1) കേട്ടോ. ഓപ്ഷൻ സി ആണ്. വകുപ്പ് 8(1) എന്താണ് വിവരങ്ങൾ വെളിപ്പെടുത്തലിൽ നിന്ന് ഇളവ് നൽകുന്ന വകുപ്പാണ് വകുപ്പ് 8(1) കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും അതേ കണക്ട് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8(1) പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനാണ് ഇളവ് ലഭിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ ഏതാണ്? വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8(1) പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന ആരാണ്? ഓപ്ഷൻ സി, പ്രധാനമന്ത്രിയാണ് കേട്ടോ. പ്രധാനമന്ത്രിയാണ്. പഠിച്ചു നോക്കണം. ദേശീയ വിവരാവകാശ കമ്മീഷണറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ ചെയർമാനായിരിക്കുന്നത് ആരാണ്? ചെയർമാനായിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള കമ്മിറ്റിയിൽ ചെയർമാനായിരിക്കുന്നത് ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയാണ് ചെയർമാനായിട്ടിരിക്കുന്ന ആള് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മിനിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതുപോലെ തന്നെ ഇത് കണക്ട് ചെയ്ത് തന്നെ പഠിക്കണം. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും അംഗന്മാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി അധ്യക്ഷനും അതുപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അംഗവും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയുമാണ്. ഇത്രയും പേരാണ് ആ കമ്മിറ്റിയിൽ ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവോട് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശ നിയമം വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏത് തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് സെക്ഷൻ 9 ആണ് വിവരാവകാശ നിയമം. സെക്ഷൻ 9 ആണ് ചില സന്ദർഭങ്ങളിൽ വിവരാവകാശം നിഷേധിക്കുന്നതിനുള്ള കാരണങ്ങളായിട്ട് വരുന്നത്. ഞാൻ ആ വകുപ്പ് 9 പറയാം വിവരാവകാശ നിയമത്തില്. അപ്പൊ അത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കണക്ട് ആവും. അതായത് 8ാം വകുപ്പിലെ വ്യവസ്ഥകൾക്ക് ഭംഗം വരാതെ ഒരു കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷണർക്കോ ഒരു സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷണർക്കോ അതാത് സംഗതി പോലെ വിവരം പ്രാപ്യമാക്കുന്നതിനുള്ള അപേക്ഷ, അത്തരം ഒരു അപേക്ഷ സംസ്ഥാനത്തിൻ്റെതല്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് നിലനിന്നു പോരുന്ന പകർപ്പവകാശത്തിന്റെ ലംഘനമാകുന്നിടത്ത് നിരസിക്കാവുന്നതാണ്. നോട്ട് ചെയ്തോണം. സംസ്ഥാനത്തിൻ്റെതല്ലാത്ത ഒരു വ്യക്തിയിൽ കേട്ടോ. അതായത് സംസ്ഥാനത്തിന് പുറത്തുള്ള വ്യക്തിയുടെ പകർപ്പവകാശം. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ്. അപ്പം ഒന്നുകൂടെ പറയാം. വിവരാവകാശ നിയമം വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏതു തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. സംസ്ഥാനത്തിന് പുറത്തുള്ള വ്യക്തിയുടെ പകർപ്പവകാശത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം, അതായത് ഇൻഫർമേഷൻ എന്നതിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്?
അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മേൽ പറഞ്ഞവയെല്ലാം ഉൾപ്പെടുന്നവയാണ്. കാരണം എന്താണ്? രേഖകൾ, വിവരാവകാശമായിട്ട് ഉൾപ്പെടും, ഇമെയിലുകൾ വരും, സർക്കുലറുകൾ വരും, ഓർഡറുകൾ വരും, ലോഗ് ബുക്കുകൾ വരും, പത്രക്കുറിപ്പുകൾ വരും, റിപ്പോർട്ടുകൾ വരും, സാമ്പിളുകൾ വരും, അതുപോലെ തന്നെ ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റ മെറ്റീരിയൽ വരും. അപ്പോൾ അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, മേൽ പറഞ്ഞവ എല്ലാം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, സൈക്കോളജി പാർട്ടാണ്. ഫൈറ്റ് ഫോർ ഫ്ലൈറ്റ് റെസ്പോൺസ്. ഫൈറ്റ് ഫോർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി മാനസിക സമ്മർദ്ദവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മാനസിക സമ്മർദ്ദം. അപ്പോൾ ഫൈറ്റ് ഫോർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, മാനസിക സമ്മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏത് ഘടകമാണ്? നമുക്കറിയാം സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന് ഈത്, അതുപോലെ തന്നെ ഈഗോ, സൂപ്പർ ഈഗോ കേട്ടോ. അപ്പൊ അതിലെ ഏതാണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ അഥവാ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി എന്നത് യാഥാർത്ഥ്യ തത്വമായിട്ട് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഈഗോ ആണ് കേട്ടോ, ഈഗോ ആണ്. അപ്പൊ പഠിച്ചു നോക്കണം, ഈഗോ ആണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്നത് പറയുന്നത് അഥവാ യാഥാർത്ഥ്യ തത്വമായിട്ട് വരുന്നത്. അതിന്റെ കൂടെ തന്നെ ഉള്ളതോടെ പഠിച്ചു പോകണം. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ സന്മാർഗിക തത്വമാണ്, പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. അപ്പൊ എന്താണ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ? സന്മാർഗിക തത്വം, പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി ആണ്. അതുപോലെ തന്നെ ഈദ് എന്ന് പറഞ്ഞാൽ സുഖതത്വമാണ്. ഈദ് എന്ന് പറഞ്ഞാൽ സുഖതത്വമാണ്, അഥവാ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ ആണ് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് പ്രഷർ ആണ് ഈദ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് ഈദ് എന്ന് പറഞ്ഞാൽ സുഖതത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ. രണ്ടാമത്തേത് ഈഗോ ആണ്. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യാഥാർത്ഥ്യ തത്വം അഥവാ റിയാലിറ്റി പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തെയാണ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ സന്മാർഗിക തത്വം എന്താ അഥവാ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിന് കൈനസ്തെറ്റിക് എന്നത് എന്താണ്? അപ്പൊ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിന്റെ ഫൗണ്ടർ ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരാണ്? ഹോവാർഡ് ഗാർഡനർ ആണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിന്റെ സ്ഥാപകൻ ഹോവാർഡ് ഗാർഡനർ ആണ്. അപ്പൊ അതിനകത്ത് കൈനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കലാണ് കേട്ടോ. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കലാണ്. ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കലാണ്. നമുക്കറിയാം കൈനറ്റിക് എനർജി എന്നൊക്കെ നമ്മൾ കേട്ടില്ല. കൈനസ്തെറ്റിക് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? അതായത് പ്രവൃത്തിയിലൂടെ ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഈ കൈനസ്തെറ്റിക് എന്ന് പറയുന്നത്. ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നത് ഇതിൽ ഏതാണ്? ഉത്കണ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി ആണ് കേട്ടോ. ആങ്സൈറ്റിയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നത് ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭയം, സംഘർഷം, ചിന്തയാണ് കേട്ടോ. ഭയം, സംഘർഷം, ചിന്ത. നമുക്കറിയാം, നമുക്ക് ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഭയവും തോന്നും, സംഘർഷാവസ്ഥ വേണം, മാനസിക സംഘർഷാവസ്ഥ വേണം, അതുപോലെ നമുക്ക് ചിന്തകളും ഒക്കെ നമ്മുടെ ഉള്ളിൽ വരും. ആങ്സൈറ്റി കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വരുന്നത്? ഭയം വരും, സംഘർഷം വരും, ചിന്ത വരും. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യൻ, അഭിപ്രേരണ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? അഭിപ്രേരണ എന്നത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അഭിപ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ ആണ് കേട്ടോ. മോട്ടിവേഷൻ എന്താണ്? നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം അഥവാ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം തരുന്നൊരു പ്രചോദനം തരുന്നതും അഥവാ ഊർജ്ജം തരുന്നതും അല്ലേ മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓപ്ഷനിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രവർത്തിക്കാനുള്ള പ്രചോദനം. അപ്പൊ അഭിപ്രേരണ എന്നത് എന്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? പ്രവർത്തിക്കാനുള്ള പ്രചോദനം. അപ്പൊ ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ മാസം നടന്ന APO പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുമ്പേ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസറിന്റെ ക്രാഷ് കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് കംപ്ലീറ്റ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തു പോകുന്നുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സും പിന്നെ GK പാർട്ടിലെ ക്ലാസ്സുകളെല്ലാം ബാക്കിയുള്ള അധ്യാപകരും എടുക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചെന്ന നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം. വെറും 600 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ക്ലാസ് ആണ്. വെറും 600 രൂപ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ നോട്ട് ചെയ്തോണം. 600 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ ക്രാഷ് കോഴ്സായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കല്ല്. പുതിയൊരു ക്ലാസ്സുമായിട്ടും കറണ്ട് അഫയേഴ്സുമായിട്ടും ഒക്കെ ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.